രാമായണം ക്വിസ് ഒന്നാം ഭാഗത്തിൻ്റെ തുടർച്ചയായ രണ്ടാം പാർട്ടാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്ന ക്ലാസ്. യുധാജിത്ത് ഏത് രാജ്യത്തിൻ്റെ രാജാവാണ്? കേകയം. രാവണൻ്റെ ഇളയ പുത്രൻ്റെ പേരെന്ത്? അക്ഷയ കുമാരൻ. ഹനുമാൻ്റെ മാതാവ് ആര്? അഞ്ജന. അഞ്ജന ആരുടെ പുത്രിയാണ്? കുഞ്ചരൻ. പുത്രകാമേഷ്ടി സമാപിച്ചപ്പോൾ അഗ്നികുണ്ഡത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവൻ ആര്? വഹ്നി ദേവൻ. ലങ്കയിലെ പ്രസിദ്ധമായ ഉദ്യാനം ഏത്? അശോകവനം. വാനരന്മാരിൽ ആർക്കാണ് സമുദ്രലംഘനവും സീതാദർശനവും ആദ്യം ലഭിച്ചത്? ഹനുമാന്. ദേവന്മാർ ഹനുമാന് എന്തനുഗ്രഹമാണ് നൽകിയത്? അമരത്വം. അമരത്വം എന്ന് പറഞ്ഞാൽ മരിക്കാതിരിക്കാനുള്ള അനുഗ്രഹമാണ്. എന്താണ്? എല്ലാ കാലത്തും ജീവനോടെ നിലനിൽക്കുക എന്നുള്ളത്. ഹനുമാൻ എന്ന പേര് ലഭിച്ചതെങ്ങനെ? വജ്രായുധം ഹനു എന്ന് പറഞ്ഞ മീനിങ് താടി എന്നാണ്. ഹനുവിൽ നിന്നാണ് അത് ലഭിച്ചത്. വജ്രായുധം ഹനു, അതിൽ നിന്നാണ് ഹനുമാൻ എന്ന പേര് ലഭിച്ചത്. ഏത് മഹർഷിയുടെ അസ്ഥി കൊണ്ടാണ് വജ്രായുധം നിർമ്മിച്ചത്? ദദീബി മഹർഷിയുടെ. സമുദ്രലംഘനത്തിനായി ഹനുമാൻ എവിടെ നിന്നാണ് ലങ്കയിലേക്ക് ചാടിയത്? മഹേന്ദ്ര പർവ്വതം. ദേവന്മാർ ലങ്കയിലേക്ക് യാത്ര തിരിച്ച ഹനുമാന്റെ ബലപ്രയോഗങ്ങൾ പരീക്ഷിക്കാനായി ആരെയാണ് അയച്ചത്? സുരസയെ. ഹനുമാനെ പരീക്ഷിച്ച സുരസ ആരാണ്? നാഗമാതാവ്. സമുദ്രം ഹനുമാനെ സൽക്കരിക്കാൻ പറഞ്ഞയച്ചത് ആരെയാണ്? ആരെ ഭയന്നാണ് മൈനാകം സമുദ്രത്തിൽ അഭയം നേടിയത്? ദേവേന്ദ്രനെ ഭയന്ന്. മൈനാകത്തിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? മൈനാദേവി, പിന്നെ ഹിമാലയ പർവ്വതം. സാഗരപുത്രന്മാർ വളർത്തിയതിനാൽ സമുദ്രത്തിന് ലഭിച്ച പേരെന്ത്? സാഗരം. മൈനാകം ഹനുമാന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് ഏത് രൂപത്തിൽ? മനുഷ്യരൂപത്തിൽ. ഹനുമാൻ ലങ്കയിൽ കടന്നപ്പോൾ ആരാണ് തടഞ്ഞത്? ലങ്കാലക്ഷ്മി. ശ്രീരാമാവതാരം നടന്ന ത്രേതായുഗം എത്രാമത്തെ ചതുർയുഗമാണ്? 28ാമത്തെ. സീതാദേവിയെ ഹനുമാന് കാട്ടിക്കൊടുത്തത് ആരാണ്? വായു ഭഗവാൻ. ശത്രുഘ്നന്റെ ഭാര്യയുടെ പേരെന്താണ്? ശ്രുതകീർത്തി. ശ്രീരാമന്റെ അമ്പിൻ്റെ പേരെന്താണ്? ശ്രീരാമ സായങ്കം. ഇത്രയുമാണ് രണ്ടാമത്തെ പാർട്ടിൽ നാം ഉൾപ്പെടുത്തുന്നത്. ഇനിയും കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി അടുത്ത പാർട്ടും കൂടി രാമായണം ക്വിസിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതാണ്. അതും അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.